അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ സ്ത്രീകൾ പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള കാരണം പറഞ്ഞു. അതിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഏത് ഫാക്ടർ എന്ന് വെച്ചാൽ അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിരുന്നു അല്ലേ. വുമൺ ആർ ഓൺലി വോട്ട് ബാങ്ക്സ് അല്ലേ. വുമൺ കേവലം വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പരിഗണിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതായത് പാർട്ടികൾ സ്ത്രീകൾക്ക് എന്തൊക്കെയോ എലക്ഷൻ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഗ്യാസ് കൊടുക്കുക, ഗ്യാസ് പ്രൊമിസ് ചെയ്യുക, വാഷിംഗ് മെഷീന്, പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആയിട്ട്. ഇപ്പോൾ കർണാടക സർക്കാരൊക്കെ ചെയ്തിരുന്നല്ലോ അവസാനം. എല്ലാവരും ചെയ്യുന്നതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതായത് സ്ത്രീകളെ കേവലം അത് കൊടുക്കുന്നത് തെറ്റെന്നല്ല കേട്ടോ. സ്ത്രീകളെ കേവലം വോട്ട് ബാങ്കാക്കി മാത്രം നിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അല്ലാതെ ഓൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നത് പ്രശ്നം എന്നുള്ള അർത്ഥത്തിലല്ല. നോ ഫോക്കസ് ഓൺ ആക്ച്വൽ എംപവർമെൻറ്റ് അല്ലേ, ഷെയറിങ് പൊളിറ്റിക്കൽ പവർ. ആക്ച്വൽ എംപവർമെൻറ്റിനെ കുറിച്ച്, യഥാർത്ഥത്തിലുള്ള ശാക്തീകരണത്തെക്കുറിച്ച് ഒരു ഫോക്കസും ഇല്ല. അതായത് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് വളരെ പ്രധാനം. അതിലൊന്നും ആരും ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ ഗ്യാസും കുറ്റും കൊടുത്ത് നടക്കുകയാണെന്ന് അർത്ഥം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സ്ത്രീകൾക്ക് ഉള്ള മറ്റൊരു പ്രശ്നം അവർക്ക് ആത്മവിശ്വാസമല്ല. അമെൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 13 എന്താണ് 3/1 ഓഫ് റിസർവേഷൻ ഇൻ ലോക്കൽ ബിഫോർ 3 decades അല്ലേ. ഓക്കെ, ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് 1/3 എന്ത് കൊടുത്തിട്ടുണ്ട്, റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 പതിറ്റാണ്ട് മുമ്പാണ്, 30 വർഷം മുമ്പാണ്. സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് അവർക്ക് പുരോഗതി വേണം. ഓരോ വർഷം കൂടുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം, ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ അതിനനുസരിച്ച് റിസർവേഷനായിട്ടും അവിടെ പൊളിറ്റിക്കൽ പവറിൽ അവിടെ പാർട്ടിസിപ്പേഷനൊക്കെ വർദ്ധിക്കണം. അത് വർദ്ധിക്കണില്ല, അവിടെ ആത്മവിശ്വാസ കുറവാണ് അവിടെ പ്രകടമാകുന്നത്. പിന്നെ മെയിൽ ലീഡേഴ്സ് തിങ്ക് വുമൺ ക്ലൈം ഓൺലി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ. അപ്പോൾ വുമൺ ലീഡേഴ്സ് വിചാരിക്കുന്നത് മാക്സിമം സ്ത്രീകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയാൽ മതി. അൺകംഫർട്ടബിൾ ഫോർ ഗിവിങ് പാർട്ടിസിപ്പേഷൻ ഇൻ അസംബ്ലി അല്ലേ. അപ്പോൾ നിയമസഭാ ഇലക്ഷനിലൊക്കെ എന്തെങ്കിലും സീറ്റ് കൊടുക്കാനോ മറ്റൊക്കെ കംഫർട്ടബിൾ അല്ല, അതിൽ താല്പര്യം കാണിക്കില്ല. മറിച്ച് മാക്സിമം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയാൽ മതി എന്ന ചിന്താഗതിയാണ് മെൻ ലീഡേഴ്സിനുള്ളത്. പിന്നെ അബ്യൂസ് ആൻഡ് വയലൻസ്, അവർക്ക് അതിന് നടക്കുന്ന അക്രമങ്ങൾ മറ്റൊക്കെ. വുമൺ ഫേസ് അബ്യൂസ് ഫ്രം ദെയർ പാർട്ടീസ്, അവർ ഉള്ളിൽ നിന്ന് തന്നെ അവരെന്താ അനുഭവിക്കുന്നുണ്ട്, പീഡനങ്ങളും മറ്റൊക്കെ. പാർട്ടി അറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഉള്ളിലൊക്കെ വ്യാപകമാണ്. അവരിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടിയത് കൊണ്ട് സ്വഭാവമായിട്ട് വ്യാപകമാണ്. UN സ്റ്റഡി 2014 58% വുമൺ ഫേസ് വയലൻസ് ഫ്രം ദെയർ പാർട്ടീസ് അല്ലേ. 58% സ്ത്രീകളും അവിടെ പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പീഡനങ്ങൾ അനുഭവിക്കുന്നു, വയലൻസ് അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ റെമഡിയൽ മെഷേഴ്സ്, പരിഹാര മാർഗങ്ങൾ. ഒന്ന് ജെൻഡർ ഈക്വാളിറ്റി അല്ലേ, സ്ത്രീ പുരുഷ സമത്വം, അതാണ് ഒന്നാമത്തെ വഴി. ഈക്വൽ റൈറ്റ്സ് ഫോർ ബോത്ത് ഇൻ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ കൾച്ചർ, രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും മേഖലയിലുള്ള ഈക്വൽ റൈറ്റ്സ്, തുല്യ അവകാശങ്ങൾ. പിന്നെ കൺസ്ട്രക്ഷൻ അഷ്വേഴ്സ് ദാറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കോർട്ട് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ അഷ്വേഴ്സ് ദാറ്റ് അല്ലേ, ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട്. എന്ത്, ഈ ജെൻഡർ ഈക്വാലിറ്റി. പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോർട്ട്, പോലീസ് ഷുഡ് ഫോക്കസ് ഓൺ ജെൻഡർ ഈക്വാലിറ്റി. കോർട്ട്, പോലീസ് പോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ ഇതിലെന്താക്കണം, കൂടുതൽ ഫോക്കസ് കൊടുക്കണം. പിന്നെ ഗവൺമെൻറ് റിസർവ് സർട്ടൈൻ പെർസെൻറ്റേജ് ഇൻ അസംബ്ലി ആൻഡ് പിന്നെ പാർലമെൻറ്റ്. അസംബ്ലിയിലും പാർലമെൻറ്റിലൊക്കെ സാധാരണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഇലക്ഷൻ ഉണ്ടാവില്ല, അതിലൊക്കെ എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട് സ്ത്രീകൾക്ക്. അതുപോലെ പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കുക, റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എംപവറിങ് വുമൺ, സ്ത്രീകളെ ശാക്തീകരിക്കുക. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, ഈക്വൽ ഹെൽത്ത് അല്ലേ,
അപ്പോൾ തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രധാനം, എംപവർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ്. അതൊക്കെ എന്താണ്, രാഷ്ട്രീയത്തിൽ അവരെ പങ്കാളികളാക്കാൻ അവരെ പ്രാപ്തരാക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഇലക്ഷനിലും അത് എന്താക്കുക, ഇറ്റ് നെസസറി ഫോർ ഓൾ ഇലക്ഷൻസ്. പിന്നെ എൻഫോഴ്സിങ് പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ, വുമൺ ഡിനൈഡ് ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി അല്ലേ. അവർക്ക് എന്താണ്, പിന്നെ എക്കണോമിക് പ്രോപ്പർട്ടി ഉറപ്പുവരുത്തുക, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വത്തവകാശം അവർക്ക് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകൾ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ ലീഗൽ റൈറ്റ് അവർക്കുണ്ട്, ഇൻഹെറിറ്റൻസിലൊക്കെ അനന്തരസ്വത്തിലൊക്കെ ലീഗൽ റൈറ്റ് അവർക്കുണ്ടെങ്കിൽ കൂടി സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതിൽ നിന്നും പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. എക്കണോമിക് റിസോഴ്സ് പൊളിറ്റിക്സിൽ വളരെ അത്യാവശ്യമാണ്, ഒരു പണിയും തുറയില്ലാത്ത ആളുകളാണല്ലോ. അപ്പോൾ എക്കണോമിക് റിസോഴ്സ് ഒക്കെ അത് അവർക്ക് പരമാവധി എന്താക്കുക, ഉറപ്പുവരുത്തുക. പിന്നെ സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, സ്ത്രീകളെ അവബോധം ഉണ്ടാക്കുക. അപ്പോൾ LDF പാർട്ടിയൊക്കെ അതിലൊരു, ഞങ്ങളോടൊക്കെ ഇപ്പോൾ അടുത്ത 2 ദിവസം മുമ്പ് ഒരു പരിപാടിയായിരുന്നു LDFിൻ്റെ CPMൻ്റെ ഈ സ്ത്രീകളുടെ ജനപങ്കാളിത്തം ഭയങ്കരം. ഇവിടെ അങ്ങനത്തെ ഏരിയയാണ്, RSS DYFകാരുള്ള ഏരിയയാണ്. സോഷ്യൽ ക്യാമ്പയിൻ വിത്ത് ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി സോഷ്യൽ ക്യാമ്പയിൻ. അപ്പോൾ സ്ത്രീകൾക്ക് അവബോധം ഉണ്ടാക്കുന്ന തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ. റിലീജിയസ് ലീഡേഴ്സ്, സെലിബ്രിറ്റീസിലെ അവരൊക്കെ എന്താക്കുക, ഉൾപ്പെടുത്തിയിട്ട് ഇവിടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് പിന്നെ നമ്മളെ കോഴിക്കോട് സൗത്തിൽ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് നിർത്തുന്ന സമയത്ത് സമസ്തനോട് സമ്മതം ചോദിച്ചിരുന്നു. സമസ്തൻ്റെ ഒരു അല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അർത്ഥത്തിൽ പിന്നെ അവരുടെ സഹായത്തോടു കൂടി പിന്തുണയോട് കൂടിയിട്ട് ക്യാമ്പയിനുകൾ, സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടത്താം. അപ്പോൾ റെമഡിയൽ മെഷേഴ്സായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത് 5 കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് വുമൺ, സ്ത്രീകളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ അല്ലേ. ഇൻ ഇന്ത്യ ഈക്വൽ വോട്ട് ഇൻ ഇൻഡിപെൻഡൻസ് എന്താണ് അല്ലേ, ഇൻഡിപെൻഡൻസ് കിട്ടിയ അന്ന് മുതൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ എന്താണ്, ഈക്വൽ വോട്ട്, എല്ലാവർക്കും തുല്യ വോട്ട്. ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷനും എന്ന രണ്ടാൾക്കും വോട്ട് ചെയ്യാൻ പറ്റും. വോട്ടിന് തുല്യ വാല്യൂ എന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഉണ്ടാവും. പക്ഷേ UK പിന്നെ US UK സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് വോട്ടവകാശമുള്ളത്. US 144 വർഷം കഴിഞ്ഞിട്ടാണ് വോട്ടവകാശം പോലും നൽകിയത്. മക്കി മുസ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷം ഉസ്മാൻ റളിയല്ലാഹുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 6 അംഗ സംഘത്തെ നിയമിച്ചു. അവർ എല്ലാവരിൽ നിന്നും അഭിപ്രായം തേടി, ഓരോ വ്യക്തികളും സ്ത്രീ പുരുഷ ഭേദമന്യേ. ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെയാണ് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകളോട് അഭിപ്രായം തേടലും മറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കും, ഇൻഡിപെൻഡൻസ് കിട്ടി 100 വർഷങ്ങൾക്ക് ശേഷം 154 വർഷം കേട്ടിട്ടാണ് അവർക്ക് വോട്ടവകാശം. ഫെമിനിസത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള പിന്നെ കാരണം, ഫെമിനിസ്റ്റ് ഉടലെടുക്കാനുള്ള കാരണം ഇത്തരം പ്രാഥമിക അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ട സമയത്തായിരുന്നു അല്ലേ. ഓക്കെ, ഇന്ത്യ പ്രൊഡ്യൂസ് പവർഫുൾ വുമൻ ലീഡേഴ്സ്, ഹോൾ പവർ ഇൻ ഇന്ത്യൻ പിന്നെ പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ ഇന്ത്യ എന്താണ്, ഇന്ത്യയിൽ അധികാരമുള്ള ഒരുപാട് സ്ത്രീജനങ്ങളെ ഇന്ത്യ വളർത്തിയെടുത്തിട്ടുണ്ട്, ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിനെ പോലെ ഇന്ത്യയിലെ ആകെ ഒരു പ്രധാനമന്ത്രിയുള്ളത് പാട്രിയാർക്കൽ മെൻറ്റാലിറ്റിയിൽ പറയുകയാണ്, അത് ഇന്ദിരാഗാന്ധിയാണ് പറയപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ട്രോങ് പവറുള്ള ലീഡേഴ്സിനെ ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മമതയൊക്കെ ഇപ്പോൾ പിന്നെ ബംഗാൾ എന്ന ഒരു സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ 73ാം പിന്നെ ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത് റിസർവേഷനാണ്, സ്ത്രീകൾക്ക് പിന്നെ റിസർവേഷൻ ഉണ്ട് എന്ന് പറയുന്ന സംഭവം. പിന്നെ 1/3 മില്യൺ വുമൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ഇന്ത്യ അല്ലേ, ഏകദേശം 1/3 3/1 മില്യൺ, എത്ര ജസ്റ്റ് നോക്കിക്കളി. അത് പിന്നെ അത്രയും റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ത്യയിൽ എന്തുണ്ട്, സ്ത്രീകളായിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളിലായിട്ടും പിന്നെ മുനിസിപ്പാലിറ്റികളിലായിട്ടും ജില്ലാ പഞ്ചായത്തിലായിട്ടൊക്കെ ഏകദേശം ഇത്ര മില്യൺ ആളുകളുണ്ട്. റൈസ് ടു 50% ഇൻ 2009 ഈ 2009 ഈ റിസർവേഷൻ 50%ലേക്ക് മാറി. സെവറൽ ജനറൽ പാരിറ്റീസ് ഇൻ മുനിസിപ്പൽ ബോഡീസിൽ അതുകൊണ്ട് തന്നെ ജനറൽ പാരിറ്റി, പിന്നെ ഈ ഒരു തുല്യത, ലിംഗമായിട്ടുള്ള തുല്യത ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു എൻഷുർ ജെൻഡർ പാരിറ്റി, ഇനി ജെൻഡർ പാരിറ്റിനെ കുറിച്ചാണ്, ആൺ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള തുല്യതയെക്കുറിച്ചാണ് ഇനി പറയുന്നത്.
റൈറ്റ് ടു വോട്ട് ഇൻസഫിഷ്യൻ്റ്ലി ടു ഗ്യാരണ്ടി ജെൻഡർ പാരിറ്റി അല്ലേ. അതായത് വോട്ടവകാശം, കേവലം വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് കൊണ്ട് തുല്യത ഉണ്ടാവണം എന്നില്ല. കൺസേൺ പേഴ്സണൽ സെക്യൂരിറ്റി, അപ്രൂവൽ ഓഫ് എൽഡേഴ്സ്, ലാക്ക് ഓഫ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ലേ. പലപ്പോഴും സ്ത്രീകൾക്ക് വോട്ട് അവകാശം ഉള്ളത് കൊണ്ട് മാത്രം എന്താക്കാൻ പറ്റില്ല, അവർക്ക് പിന്നെ ജെൻഡർ പാരിറ്റി തുല്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പേഴ്സണൽ സെക്യൂരിറ്റീൻ്റെ പ്രശ്നമുണ്ട് സ്ത്രീകൾക്ക്. വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവണില്ല. അല്ലെങ്കിൽ ഒരു വീട്ടിൽ എൽഡേഴ്സ് ഉണ്ടാവും, പിന്നെ വലിയ ആളുകൾ, വീട്ടിലെ കാരണവന്മാരാരോ അവരുടെ സമ്മതം വേണം, അല്ലെങ്കിൽ അവർ കൊണ്ടാക്കണം അല്ലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പോലെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആളുകളാണല്ലോ, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ലഭ്യമാക്കുക. ഇതൊക്കെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും അവരെന്താക്കിയിട്ടുണ്ട്, പിന്തിരിപ്പിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാതെ അവർ അതിൻ്റെ പേരിൽ മാത്രം വോട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വോട്ടവകാശം മാത്രം കൊടുത്താൽ പോരാ, വോട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യ 2 ഡിക്കേഡ്സ് ഓഫ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ 2 വർഷം വുമൻ എലക്ഷൻ പാർട്ടിസിപ്പേഷൻ ബിഹൈൻഡ് വുമൻ ബൈ 20 പോയിൻറ്റ്സ് അല്ലേ, ബിഹൈൻഡ് മെൻ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇപ്പോൾ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ ഏകദേശം 20% കുറവായിരുന്നു. അതിപ്പോൾ പിന്നെ പാർട്ടിസിപ്പേഷൻ ഏകദേശം ഏവറേജ് ലെവലിലെത്തി. പെണ്ണുങ്ങളൊക്കെ പിന്നെ എന്താണ് ഔട്ട്വേർഡ് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നമ്മൾ CHൻ്റെ പിന്നെ കഥ ഇങ്ങനെ ഇസ്മായിലെ കാണല്ലേ, CHൻ്റെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ CHനെ കരിങ്കൊടി കാട്ടിയ സമയത്ത് CH പറഞ്ഞ കരിങ്കൊടിനോട് എനിക്ക് എന്തില്ല, ഒരു വിയോജിപ്പില്ല. കാരണം എനിക്ക് വോട്ട് ചെയ്ത പാവപ്പെട്ട ഉമ്മമാരിട്ട പർദ്ദയുടെ നിറമാണ് കരിനിറം. ഓക്കെ, അപ്പോൾ അവരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് സ്ത്രീകളുടെ വോട്ടവകാശം പങ്കാളിത്തമൊക്കെ തന്നെയാണ് ഇവർക്ക് അധികാരത്തിൽ എത്തിക്കണമെന്ന് അർത്ഥം. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ. ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ എന്താണ് പങ്കാളിത്തം, ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും അർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നതാണ് ഇതിൽ അടുത്ത സബ്ജക്റ്റായിട്ട് വരുന്നത്. എൻകറേജ് വുമൺ പാർട്ടിസിപ്പേഷൻ ബൈ ഇംപ്രൂവിങ് ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ അല്ലേ. പിന്നെ എൻകറേജ് വുമൺ പാർട്ടിസിപ്പേഷൻ അല്ലേ. അപ്പോൾ ഇലക്ഷൻ്റെ കണ്ടക്റ്റിൻ്റെ മാറ്റം, മീൻസ് ഇലക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇലക്ഷൻ്റെ ഒരു കണ്ടക്റ്റില്ല എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വുമൺ പാർട്ടിസിപ്പേഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇംപ്രൂവ് എലക്ഷൻ റോൾ, എന്താണ് സെപ്പറേറ്റ് ക്യൂ ഫോർ വുമൺ അല്ലേ. പിന്നെ മേക്ക് പോളിംഗ് പ്രൊസീജിയർ സെക്യൂർ സിൻസ്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള പിന്നെ ക്യൂ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പോളിംഗ് പ്രൊസീജിയേഴ്സ് സെക്യൂർ അല്ലേ. 1996 മുതൽ പോളിംഗ് പ്രൊസീജിയർ കൂടുതൽ സുരക്ഷിതമാക്കുക. പിന്നെ വോട്ടിംഗ് പ്രൊസീജിയർ, വോട്ട് ചെയ്യാവുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർക്ക് ഞാൻ കാണില്ല, പല വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പലരും വോട്ട് ചെയ്യില്ല പേടിച്ചുത്തിരിക്കും, എന്തോ ഒരു പേടി. അപ്പോൾ വോട്ടിംഗ് പ്രൊസീജിയർ കൂടുതൽ ഈസി ആക്കുക, കൂടുതൽ സേഫ് ആക്കുക. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ഫോട്ടോഗ്രാഫിയിലെ സ്ത്രീകളുടെ പിന്നെ ഫോട്ടോഗ്രാഫി പല പ്രദർശിപ്പിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്ത്രീകളെ പരമാവധി വോട്ട് ചെയ്യുന്നതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്, പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പലതും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2012 UP-യിൽ പിന്നെ രണ്ട് സ്ത്രീകൾ വോട്ട് ചെയ്തിട്ട് ഒരു പുരുഷൻ വോട്ട് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ക്വിക്കൻ വോട്ടിംഗ് പ്രോസസ് ഫോർ വുമൺ, സ്ത്രീകൾ പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു. പിന്നെ വുമൺ പോലീസുകൾ, വനിതാ പോലീസുകളൊക്കെ ഫീമെയിൽ പോളിംഗ് സ്റ്റാഫുകളൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഓർക്കൊന്നുകൂടെയൊക്കെ സെക്യൂരിറ്റി കമ്പൽസറി പ്രസൻസ് ഓഫ്, അപ്പോൾ ഇവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. വനിതാ പോലീസിൻ്റെയും പിന്നെ ഫീമെയിൽ പോളിംഗ് സ്റ്റാഫിൻ്റെ ഒക്കെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ട് സ്ത്രീകളെ പരമാവധി ഒന്നുകൂടെയൊക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി എന്താ, ഇമ്പാക്റ്റ് ആണ് പറയുന്നത് അല്ലേ.
അതിൻ്റെ പരിണിത ഫലം അല്ലേ, ഇമ്പാക്റ്റ് ജെൻഡർ പാരിറ്റി ഇൻ മോസ്റ്റ് സ്റ്റേറ്റ്. അങ്ങനെ ഒരു പരമാവധി ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പരമാവധി എന്താക്കാനും പല സ്ഥലങ്ങളിലും ജെൻഡർ പാരിറ്റി, പിന്നെ ആണ് പെണ്ണ് തമ്മിലൊരു തുല്യത കൈവരിക്കാൻ സാധിച്ചു. പല സ്ഥലത്തും വുമൺ ഔട്ട് വോട്ട് മെൻ, സ്ത്രീകളെക്കാൾ പുരുഷന്മാരെക്കാളും സ്ത്രീകളെയാണ് വോട്ട് ചെയ്യുന്ന അവസ്ഥ. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തോ മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടിസിപ്പേഷൻ കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെക്കാളും വോട്ട് ചെയ്യുന്നത് സ്ത്രീകളായി എന്ന അവസ്ഥയിലെത്തി. എസ്പെഷ്യലി ലോവർ ഇല്ലിട്രസിയിലെ, പ്രത്യേകിച്ച് നിരക്ഷരത കുറവുള്ള സ്ഥലത്ത്, ഇല്ലിട്രസി കുറവുള്ള സ്ഥലത്തൊക്കെ എന്താണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്ന അവസ്ഥ എത്തി. 2014 55 പിന്നെ 55 നിന്നും 65% സ്ത്രീകളുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അവിടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.